നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളൊക്കെ പാവങ്ങളാടി. എനിക്കറിയാം വിവേകിനെയും നിന്നെയും സാർ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഒരുപക്ഷെ സാറ് സ്നേഹിക്കുന്ന ചുരുക്കം ചിലരിൽ 2 പേരാ നിങ്ങള്. നീ വാ, വാടി, വാ ഇരിക്കും. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ കരയുന്നത് സാറ് കാണിച്ച കുസൃതി കൊണ്ടാണോ? അല്ല നന്ദിനി, എനിക്കൊരു കാര്യം മനസ്സിലായി. എന്നോട് ഇങ്ങനെ പറയാൻ ഈ ലോകത്ത് എനിക്ക് ഈ ഒരു ഏട്ടനെ ഉണ്ടാവൂ. കൂടെ പിറപ്പാവാൻ കൂടെ ജനിക്കണമെന്നില്ലല്ലോ. എന്താടാ? ഒന്നുമില്ല സൂര്യ. ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഞങ്ങൾ ചർച്ച ചെയ്യാറുള്ള ഒരു കാര്യമുണ്ട്. നമുക്ക് ആരുമില്ലല്ലോ എന്ന്. പക്ഷേ ഇന്ന് രാത്രി മുതൽ ഇവളത് പറയില്ല. കാരണം ഇന്ന് രാത്രി മുതൽ അവൾക്ക് നിങ്ങളെക്കുറിച്ച് മാത്രമേ പറയാൻ കാണൂ. അല്ലേ ആരതി? ശരി ശരി, ഇനിയിപ്പോ കറിയും വേളം വെക്കുക ഒന്നും വേണ്ട. സർ, ഇത് പൊന്നു പെങ്ങൾക്ക് കൊടുക്ക. വാങ്ങിക്കേ. ആരതി, നീ എന്നെ വല്ലാണ്ടങ്ങ് സീനിയറാക്കി കളയിലേടി. ഇത് നിനക്ക്. ഞാനും കാല് തൊടണോ? തൊട്ടാ കൊല്ലും ഞാൻ. ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്. പെങ്ങക്ക് ആ കൈ നീട്ടി. നീട്ട്. ഇതെന്റെ പെങ്ങക്ക്. ഇത് നിനക്ക്. സാധാരണ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ തമ്മിൽ പിരിയ അവരുടെ ഭാര്യമാര് തമ്മിൽ വഴക്കിടുമ്പോഴാ. ആ ഒരു കാര്യം എന്തായാലും ഞാനും ആരതി ഉറപ്പു തരാം, ഞങ്ങൾ ഒരിക്കലും പിരിയില്ല. ഞങ്ങളെ പിരിക്കാനേ നിങ്ങളെ കൊണ്ട് പറ്റില്ല മക്കളെ. ഞങ്ങള് കഴിക്കാൻ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ ആങ്ങളെ നാത്തൂന്നൊക്കെ പറഞ്ഞ് വന്ന് കേറിയിട്ട് കഴിക്കാതെ പോവല്ലേ? താങ്ക്സ് ഡേ. എന്തിന്? നീ പറഞ്ഞ് ചെയ്യിച്ചതല്ലേ. ഈ സൂര്യ സാറിന്റെ ഒരു കാര്യം എന്താണെന്നറിയോ? ഉള്ള നിറച്ച സ്നേഹമുണ്ട്, പക്ഷെ അത് കാണിക്കാൻ അറിഞ്ഞൂടാ. ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. എന്തായാലും വിഷു ഗംഭീരായല്ലോ. ഞാൻ ഏട്ടനോട് പറയാം, വിഷു കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി 2 ദിവസം എവിടേക്കെങ്കിലും പോവാം. മുൻപ് പോയ പോലെ ടെൻഷനും കൊണ്ടല്ല, മനസ്സ് നിറയെ സന്തോഷമായിട്ട്. പക്ഷെ
സാറിന് സമയമുണ്ടോന്ന് അറിഞ്ഞൂടാ. ആ സമയം എത്ര വേണം മിസ്സിസ് നന്ദിനി? ആഹാ, ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ? പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ആ മുൻപ് നിങ്ങൾ രണ്ടുപേരും അടുക്കളയിൽ കയറിയാ ഞങ്ങൾക്ക് പോയി രണ്ടെണ്ണം അടിക്കായിരുന്നു.